അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നമ്മുടെ എക്സൽ കൂട്ടായ്മയായിട്ടുള്ള എക്സൽ ഫോർ മുഅല്ലിംസ് മദ്രസ മുഅല്ലിമീങ്ങളുടെ എക്സൽ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് excelguru.co.in പുറത്തിറക്കുന്ന മദ്രസ കിതാബ് ഓർഡർ ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ്, സ്പ്രെഡ്ഷീറ്റ് ടെംപ്ലേറ്റ് പരിചയപ്പെടുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത് മദ്രസ കിതാബ് ഓർഡർ മാനേജ് ചെയ്യാനാണ്. നമ്മൾ മദ്രസയിൽ നിന്ന് കുട്ടികളുടെ ഓർഡർ എടുക്കുന്നതും ഓരോ കിതാബിന് വേണ്ട ഓർഡറുകൾ എടുക്കുന്നതും അതിൻ്റെ പൈസ കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര എമൗണ്ട് ആണ്, എത്ര കിട്ടി, എത്ര കൊടുക്കാനുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ആണിത്. ശ്രദ്ധിക്കുക, നമ്മൾ ഇത് റൺ ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഉസ്താദുമാർ ഇത് ഓപ്പൺ ആക്കിയാൽ തന്നെ നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ആയിരിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ബ്രൗസറിൽ ഒരു ജിമെയിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഉസ്താദുമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൂഗിൾ ഷീറ്റ് എന്നുള്ളത് ഒരു ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ് ആയതിനാൽ തന്നെയും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ജിമെയിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കുകയാണ്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ വരാൻ കാരണം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ ഓപ്പൺ ആകുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ട് രൂപത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഈ ഒരു ഫയലിന്റെ മുകൾ ഭാഗത്ത് കാണാൻ പറ്റും വ്യൂ ഓൺലി എന്ന് കാണാൻ പറ്റും. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യൂ ഓൺലി. അതായത് ഈ ഫയല് എക്സൽ ഗുരുവിന്റെ ഒഫീഷ്യൽ അല്ലെങ്കിൽ മെയിൻ ഫയലാണ്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യൽ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ കോപ്പി എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഫയലിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോപ്പി എടുത്തുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഈ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ഗൂഗിൾ ഷീറ്റ് ടെംപ്ലേറ്റുകളും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ രണ്ട് രൂപത്തിൽ നമുക്ക് ഇത് കോപ്പി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കും, ഈ മുകളിൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മേക്ക് കോപ്പി ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷനിലേക്ക് വരിക. അവിടെ ഞാൻ നേരത്തെ തുറന്ന അതേ ജിമെയിൽ വെച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഒരു മനുഷ്യന്റെ ചിഹ്നമുള്ള ഒരു ഐക്കൺ, അതായത് ഷെയർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഷെയർഡ് ഫയലാണെന്നാണ് അത് അർത്ഥമാക്കുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ വ്യൂ ഓൺലി ഫയൽ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ അത് ബാക്ക് അടിക്കുന്നു. ദെൻ ഈ ത്രീ ഡോട്ട്സ്, ഈ മൂന്ന് പുള്ളിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മേക്ക് കോപ്പി അടിക്കാവുന്നതാണ്. ഞാൻ ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മേക്ക് കോപ്പി അടിക്കുകയാണ്. ഞാൻ മദ്രസയുടെ പേര് കൊടുക്കുന്നു. നിങ്ങൾ കാണാൻ പറ്റും നേരത്തെ ഒന്ന് കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ മദ്രസയുടെ പേര് എടുക്കുന്നു. MUM ടെക്സ്റ്റ് ബുക്ക്. വർഷം കൊടുക്കാം 2026. ഒരു പക്ഷേ നമ്മൾ ഇതേ ഫയൽ അടുത്ത വർഷം ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വർഷം കൊടുക്കുന്നത് നന്നാകും. ഞാൻ കോപ്പി ചെയ്യുന്നു. അപ്പോൾ കോപ്പീഡ് ആയിട്ടുള്ള എൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഷീറ്റിൽ കാണാൻ പറ്റും DP എന്നുള്ളതാണ്. ഈ DP എന്നുള്ള ഷീറ്റിന്റെ ഉദ്ദേശം എന്നുള്ളത് ഈ കാണുന്ന പിക്ചർ നമ്മുടെ ഗൂഗിൾ ഷീറ്റിന്റെ ഇന്റർഫേസിൽ കാണുക എന്നുള്ളതാണ്. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷെ ഇങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷന്റെ വ്യൂ ലിസ്റ്റ് വ്യൂ ആയിരിക്കും. അത് ഗ്രിഡ് വ്യൂ ആക്കിയാൽ മതി. നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷനെ കുറിച്ച്, അത് എങ്ങനെ ഗൂഗിൾ ഷീറ്റ് മൊബൈൽ ഫോണിൽ എങ്ങനെ ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത അധ്യാപകർക്ക് എങ്ങനെ അത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോഴ്സ് നമ്മുടെ യൂട്യൂബിലുണ്ട്. ഫ്രീ കോഴ്സാണ്. എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സൽ കമ്പ്യൂട്ടർ ടെക്നിക്കൽ പരിജ്ഞാനമൊക്കെ വർദ്ധിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഇത്തരം കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹോമിലേക്ക് വരികയാണ്. ഇപ്പൊ നമുക്കിതിൽ ഒരുപാട് ഷീറ്റ് കാണാൻ പറ്റും. നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഹോം ഷീറ്റ് ആണ്. ഹോം ഷീറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഉസ്താദുമാരെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ
ഒരുപാട് ഉസ്താദ്മാരെ ലിസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഒരു ഷീറ്റിൽ ലിസ്റ്റ് ചെയ്യേണ്ട ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട കിതാബുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്ന ഉസ്താദുമാരെയാണ്. ഒരു പക്ഷേ മദ്രസയിലെ എല്ലാ ഉസ്താദുമാരും അവരവരുടെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെടുന്ന ഉസ്താദുമാരായിരിക്കാം. അപ്പം എല്ലാവരുടെയും പേര് കൊടുക്കണം. ചില മദ്രസയിൽ സദർ ഉസ്താദ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിശ്ചിത ഉസ്താദുമാർ മാത്രമായിരിക്കും. അപ്പം അവരുടെ പേര് മാത്രം ഇവിടെ നൽകിയാൽ മതിയാകുന്നതാണ്. ഇവിടെ ബാക്കി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. റെസീവ്ഡും പെയ്ഡും ബാലൻസ് ഒക്കെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആകെ ഉസ്താദിന്റെ പേര് എൻ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്താൽ താഴെ ഫോർമുല കാണാൻ പറ്റും, ഈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം സെല്ലുകൾ എഡിറ്റ് ചെയ്യരുത്. അത്തരം സെല്ല് എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് കോപ്പി ചെയ്തത് ഉപയോഗശൂന്യമാവുക എന്ന് ഓർമ്മിക്കുക. ഇനി ഇവിടെ ക്ലാസ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 20ഓളം ക്ലാസ് കൊടുക്കാനുള്ള അവസരമുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ക്ലാസ് ലിസ്റ്റ് ആയിട്ട് വന്നോളൂ. ക്ലാസ്സിന്റെ ലിസ്റ്റ് എങ്ങനെ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഓരോ ക്ലാസ്സിന്റെ എത്ര രൂപക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്, എത്ര രൂപയുടെ പൈസ കിട്ടിയിട്ടുണ്ട്, എത്ര കിട്ടാനുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഒരു സമ്മറി അല്ലെങ്കിൽ ടോട്ടൽ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മദ്രസയിൽ നിന്നും വന്നിട്ടുള്ള ടോട്ടൽ കിതാബിലേക്കുള്ള ടോട്ടൽ ഓർഡർ എത്രയാണ്, അതിൽ എത്ര രൂപ കിട്ടി, ടോട്ടൽ റെസീവ്ഡ് എത്ര രൂപ കിട്ടി, ഇനി എത്ര കിട്ടാനുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ബുക്ക് സ്റ്റാൾ പെയ്ഡ്, നമ്മൾ എത്ര രൂപ ഓർഡർ വന്നാൽ സ്വാഭാവികമായിട്ടും അത് കുട്ടികൾക്കുള്ള പ്രൈസാണ്. നമ്മുടെ ടീച്ചേഴ്സിനുള്ള മാലിന്യങ്ങൾക്കുള്ള പ്രൈസ് വേറെയാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും ബുക്ക് പ്രൈസ് ഉണ്ടാവുക. നമ്മൾ ബുക്ക് സ്റ്റാളിലോ അല്ലെങ്കിൽ സമസ്ത ബുക്ക് ഡിപ്പോയിലോ എത്ര രൂപ കൊടുത്തു എന്നാണ് ഇവിടെ മാനുവലി എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു മഞ്ഞ കളറിൽ കാണിച്ച ഭാഗത്ത് മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ ഫോർമുലകളാണ്. ഇവിടെ എത്ര രൂപ ബുക്ക് സ്റ്റാൾ കൊടുത്തു എന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും നമ്മുടെ യാത്രാ ഭത്ത, ട്രാവൽ അലവൻസ്, അതുപോലെ തന്നെ മറ്റു ചെലവുകൾ ഉണ്ടാവും പുസ്തകം എടുക്കാൻ പോയതുമായി ബന്ധപ്പെട്ട്. അതിവിടെ നമ്മൾ രേഖപ്പെടുത്തുക. ടോട്ടൽ എക്സ്പെൻസ് 7000 കാണാൻ സാധിക്കും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ 7000വും നമ്മുടെ ടോട്ടൽ ഓർഡർ, അതായത് ടോട്ടൽ നമുക്ക് കിട്ടാനുള്ള പൈസ 9880 രൂപയാണ്. അതിന് 7000 കുറച്ചാലുള്ള ലാഭം നമുക്ക് ഇവിടെ കിട്ടും, ടോട്ടൽ കമ്മീഷൻ ഇവിടെ കിട്ടും. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ഇക്കാര്യങ്ങൾ സജ്ജീകരിക്കുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ടോട്ടൽ കമ്മീഷൻ ആയിട്ട് വരിക 2880 രൂപയാണ്. ശ്രദ്ധിക്കുക, ടോട്ടൽ കമ്മീഷൻ ആയിട്ട് വരിക 2880 രൂപയാണ്. കമ്മീഷൻ ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസ, കീശിട്ടുള്ള പൈസയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കിട്ടാനുള്ള പൈസ മുഴുവൻ കിട്ടിയാൽ 2880 രൂപ കമ്മീഷനായിട്ട് വരും. അപ്പോൾ എത്ര മാലിന്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മീഷൻ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ കളിയിൽ നമ്പർ ഓഫ് മാലിന്യംസ് നമ്മുടെ മദ്രസയിൽ ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉസ്താദുമാർക്ക് മാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ എണ്ണം മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ ഉസ്താദുമാർക്കും കമ്മീഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഈ രൂപത്തിൽ സ്വാഭാവികമായിട്ട് ഉസ്താദുമാരുടെ എണ്ണം കൊടുത്താൽ ഇവിടെ സ്വാഭാവികമായിട്ട് കമ്മീഷൻ ടു ഈച്ച്, ഓരോ ഉസ്താദുമാർക്ക് എത്ര കമ്മീഷൻ വരും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മുടെ ഹോം ഷീറ്റിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇതിലാകെ നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ലിസ്റ്റ് ഓഫ് മാലിന്യം ചെയ്യാന്നുള്ളതും, അതുപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞ സെല്ലുകളിൽ നമ്മൾ ഡാറ്റ ആഡ് ചെയ്യുന്നത് മാത്രമാണ്. ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഭാഗമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റുഡൻസ് UID, അതുപോലെ തന്നെ നെയിം, ക്ലാസ്, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, സ്റ്റുഡൻസ് UID, നെയിം, ക്ലാസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ള സ്റ്റുഡൻസ് UID ആണ്. അത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ മദ്രസയിൽ അഡ്മിഷൻ നമ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്പർ ഉപയോഗിക്കാം. നമ്മുടെ മദ്രസയിലെ മുഴുവൻ കുട്ടികൾക്കും SKIMVB UID നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു UID, അതായത് ഓരോ കുട്ടിക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പേര് ഇവിടെ ആഡ് ചെയ്യണം, ക്ലാസ് ഇവിടെ ആഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, ക്ലാസ് ഈ രൂപത്തിൽ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. STD 1, 2, 3, 4, 5, 6. നിങ്ങൾ മദ്രസയിൽ വേറൊരു ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് നിങ്ങൾ ഇവിടെയും മാറ്റി കൊടുക്കേണ്ടി വരും. നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ ക്ലാസ്സിൻ്റെയും സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദ്രസയിൽ വ്യത്യസ്തമായ ഒരു ക്ലാസ്സിന്റെ പേരാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ പേര് ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ നിർബന്ധമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് STD 1, 2, 3 രൂപത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ
ഡിവിഷൻ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു മാനദണ്ഡമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിന് ഡിവിഷൻ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേ രൂപത്തിൽ ആഡ് ചെയ്തിട്ട്, ഉദാഹരണം ജസ്റ്റ് ചെയ്ത് കാണിക്കാം. STD 1 എന്നുള്ള ഈ ഒരു വിദ്യാർത്ഥിയെ എന്ത് ചെയ്യണം, STD 1 A അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഐഫൺ ഇടണം. ശ്രദ്ധിക്കുക, STD 1 തന്നെ കൊടുക്കുക, ഒരു മാറ്റം ഉണ്ടാവരുത്. ഒരു ഐഫൺ ഇടുക, സ്പേസ് ഇടരുത്, സ്പേസ് ഇടാതെ ഐഫൺ ഇടുക, A. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിദ്യാർത്ഥി ഡിവിഷൻ ആഡ് ചെയ്യേണ്ടത്. STD 1 -A -B ഈ രൂപത്തിലാണ് നമ്മൾ ഡിവിഷൻ ആഡ് ചെയ്യേണ്ടത് കാര്യം ശ്രദ്ധിക്കുക. സ്പേസ് ഉണ്ടാകാൻ പാടില്ല. ഈ രൂപത്തിലായാൽ മാത്രമേ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് അത് എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ നമ്മുടെ മദ്രസയിലെ മുഴുവൻ കുട്ടികളുടെയും പേര് വിവരം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കയറ്റുക. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ 2 ക്ലാസ് പുതുതായിട്ട് ആഡ് ചെയ്യുന്നു. STD 1 A 1 B. ജസ്റ്റ് നമ്മൾ ഹോമിലേക്ക് നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 1 A 1 B പുതുതായിട്ട് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള കോളം സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ഭാഗം എന്നുള്ള കിതാബ് എന്നുള്ള ഒരു ഷീറ്റാണ്. കിതാബ് എന്നുള്ള ഷീറ്റിൽ നമ്മുടെ മദ്രസയിലെ ഈ വർഷത്തെ 2026 സമസ്ത ബുക്ക് ഡിപ്പോയുടെ പ്രൈസ് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ക്ലാസ്സിൻ്റെയും അവരുടെ വിഷയങ്ങൾ, അതിൻ്റെ പ്രൈസ് എത്ര കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് സമസ്ത ബുക്ക് ഡിപ്പോയുടെ പ്രൈസ് ആണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്, എഡിറ്റ് ചെയ്താൽ മതിയാകും. ഈ ഓർഡർ എന്നുള്ളത് ഒരു ഫോർമുലയാണ്, ഇവിടെ ഒന്നും ചെയ്യരുത്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ കിതാബിനും എത്ര ഓർഡർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല മാത്രമാണ്. ഏറ്റവും താഴെ കാണാൻ പറ്റും ഓൾ, അതായത് ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ മദ്രസയിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ട പുസ്തകങ്ങളാണ്. നോട്ട് ബുക്കും ഡയറിയാണ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മദ്രസകളിൽ ഒരു തരം നോട്ട് ബുക്ക് അല്ലെങ്കിൽ 2 തരം നോട്ട് ബുക്കാണ് കൊടുക്കാറുള്ളത്. 100 പേജ് നോട്ട് ബുക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എത്ര രൂപയുടെ നോട്ട് ബുക്ക് അവിടെ ആഡ് ചെയ്യുക. 200 രൂപയുടേതാണ്, അതിന് എത്ര രൂപയാണെന്ന് ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഞാൻ 100 രൂപേൻ്റെത് ഒരു 15 രൂപക്കും 200 രൂപേൻ്റെത് ഒരു 30 രൂപക്കാണ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്താൽ മതി. സ്വാഭാവികമായിട്ട് പല മദ്രസയിലും പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഡയറിയുടെ പൈസ 25 രൂപയല്ല, കൂടുതൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ മാറ്റി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഓരോ കുട്ടിക്കും ഡയറി നിർബന്ധമായിരിക്കും. അതുകൊണ്ട് ഡയറി ടിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ഓർഡർ ഫോം എന്നുള്ള ഷീറ്റാണ്. ഇത് നമുക്ക് നേരെ പ്രിന്റ് എടുക്കാവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നേരെ പ്രിന്റ് എടുത്താൽ നമ്മുടെ മദ്രസയിലെ ടോട്ടൽ ഓർഡർ എത്രയാണ്, അതായത് സമസ്ത ബുക്ക് ഡിപ്പോയുടെ ആ ഒരു ഫോം ഫില്ല് ചെയ്യാതെ തന്നെ ഇത് പ്രിന്റ് എടുത്ത് അവിടെ കൊടുക്കാവുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സെറ്റ് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉസ്താദുമാർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഫോം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും. ഇനി റെസീവ്ഡ് എന്നുള്ള ഒരു ഷീറ്റാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മദ്രസയിൽ ഈ മദ്രസ കിതാബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, പൈസ സ്വീകരിക്കും. അപ്പോൾ റെസീവ്ഡ് പറഞ്ഞാൽ നമുക്ക് പൈസ വന്നു, പൈസ സ്വീകരിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ചിലപ്പോൾ 700 രൂപ തരാനുണ്ടെങ്കിൽ ഇന്ന് 500 രൂപ തരും, 2 ദിവസം കഴിഞ്ഞിട്ട് 200 രൂപ തരും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇന്ന് തന്നാൽ ഇന്ന് 500 ആഡ് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കാണിക്കാം. സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഡേറ്റ് ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് കുട്ടീൻ്റെ UID സെലക്ട് ചെയ്യുക. UID മാത്രം സെലക്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് UID സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിയുടെ പേരും ക്ലാസ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഏത് ഉസ്താദാണ് പൈസ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ക്ലാസ് ഉസ്താദിന് കയ്യിൽ തന്നെ കൊടുക്കണമെന്നില്ല. ജ്യേഷ്ഠന്മാരോ ജ്യേഷ്ഠത്തിമാരോ ഒക്കെ ഉള്ള കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മുതിർന്ന ജ്യേഷ്ഠത്തിയുള്ള ക്ലാസ് ഉസ്താദുമാർക്കായിരിക്കും അനിയന്മാരുടെയും അനിയത്തിയുടെ പൈസ കൊടുക്കുക സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ കുട്ടിയുടെ പേരിൽ ആ ഉസ്താദാണ് പൈസ സ്വീകരിക്കേണ്ടത്. അപ്പം സ്വീകരിച്ച ഉസ്താദിൻ്റെ പേര് ഇവിടെ കൊടുക്കുക, ആ ഉസ്താദ് തന്നെ കൊടുക്കുക. ഓക്കെ, അബ്ദുൽ ഉസ്താദ്. ഇനി എത്ര രൂപയാണ് ആ കുട്ടി കൊടുക്കാനുള്ളത്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 25 രൂപ കാണുന്നുണ്ട് അല്ലേ. അതായത് ആ കുട്ടി കൊടുക്കാനുള്ള പൈസ 25 രൂപയാണ്. കാരണം ഡയറിൻ്റെ പൈസ മാത്രമാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 25 ടൈപ്പ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അത് കൊടുത്തതോടുകൂടെ ടിപ്പ് എന്നുള്ളത് 0 ആയിട്ടുണ്ട്. അതായത് ഇനിയൊന്നും കൊടുക്കാനില്ലാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഈ റെസീവ്ഡ് എന്നുള്ള ഷീറ്റ് ഉപയോഗിക്കേണ്ടത്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപക്ഷെ അപ്പോൾ ചില്ലറ കൊടുക്കാനില്ല. ഒരു കുട്ടി 650 രൂപയാണ് കുട്ടി തരാനുള്ളത്, അല്ലെങ്കിൽ 550 രൂപയാണ് തരാനുള്ളത്. കുട്ടി 600 രൂപ തന്നു. സ്വാഭാവികമായിട്ട് 50 രൂപ ചില്ലറ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങി വെക്കുക. പിന്നീട് സ്വാഭാവികമായിട്ടും അത് 600 തന്ന് തന്നെ എഴുതി വെക്കുക. ഇവിടെ 600 തന്ന് തന്നെ എഴുതി വെക്കുക.
പിന്നീട് എന്ത് ചെയ്യാം, നമ്മളത് തിരിച്ച് 50 കൊടുത്തു എന്ന് ഇവിടെ രേഖപ്പെടുത്തുക. ഇവിടെ ഒന്നും ചെയ്യാൻ സെയിം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഡേറ്റ് കൊടുക്കുക, കുട്ടിയുടെ പേര് കൊടുക്കുക, ആരാണ് പൈസ കൊടുത്തിട്ടുള്ളത്, ആ ഉസ്താദിന്റെ പേര് കൊടുക്കുക. അതായത് ഇത് എൻ്റർ ചെയ്യുന്ന ഉസ്താദിന്റെ പേര് കൊടുക്കുക. സ്വാഭാവികമായിട്ട് ഇവിടെ എത്ര രൂപ കൊടുക്കാനുള്ളത് വരും, ആ പൈസ അവിടെ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ കണക്കുകൾ ടാലി ആകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദ് എനിക്ക് ഇത്ര കിട്ടാനുണ്ട്, ഇത്ര കിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഇല്ലാതാകും. അതിനാണ് നമ്മൾ ഈ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒന്നിലധികം ദിവസങ്ങൾ കുട്ടികൾ പൈസ വരുമ്പോഴും തിരിച്ച് ഒരുപാട് പൈസ കൊടുക്കാനുണ്ടാകുമ്പോഴൊക്കെ ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ആഡ് ചെയ്താൽ ആ ഡേറ്റും കാര്യങ്ങളും വാങ്ങിയ ഉസ്താദിന്റെ പേരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകൂടെ സുതാര്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഷീറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇനിയുള്ളത് നമുക്ക് ക്ലാസ്സിന്റെ ഷീറ്റുകളാണ്. ഓക്കെ, നമ്മളിവിടെ കാണാൻ പറ്റും 20ഓളം ക്ലാസ്സിന്റെ ഷീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 20ഓളം ഷീറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു മദ്രസയിൽ 10-12 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അപ്പോൾ എന്തിനാ 20 ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചില മദ്രസകളിൽ എയും ബിയും ഉണ്ടാവും, ഒരു 5 വരെ എ ബി ഉണ്ടാവും, ആ രൂപത്തിൽ ഡിവിഷൻ ആയിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ 20 വരെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിന്റെ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള ഷീറ്റിൽ കൊടുത്ത കുട്ടികളുടെ പേര് ഓട്ടോമാറ്റിക് ആയിട്ട് വിടുന്നിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ നമ്മൾ മാനുവലി എൻ്റർ ചെയ്യരുത്. ഒരിക്കലും മാനുവലി എൻ്റർ ചെയ്തൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഡയറി ഓട്ടോമാറ്റിക് ടിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ട വിഷയങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വേണ്ട കുട്ടിക്ക് വിഷയങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 20 ടിക്ക് ചെയ്യുക. ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞത് അൺടിക്ക് ചെയ്താൽ മതി. നോട്ട് പുസ്തകം എത്ര വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്പർ കൊടുത്താൽ മതി. കുട്ടിക്ക് 5 നോട്ട് ബുക്ക് വേണ്ട, 2 മതി എന്നുണ്ടെങ്കിൽ 2 കൊടുക്കുക. സ്വാഭാവികമായിട്ടും ഇതിലെ കുറച്ച് ഡമ്മി ഡാറ്റ കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഷീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഡമ്മി ഡാറ്റകളാണ്. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ സ്റ്റുഡൻസിൽ പോയിട്ട് എല്ലാ സ്റ്റുഡൻസിന്റെ പേര് റിമൂവ് ചെയ്യുക. അതുപോലെ എല്ലാ ഡമ്മി ഡാറ്റയും റിമൂവ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, 200 പേജിന്റെ നോട്ട് 2 വേണം. അപ്പോൾ 2 കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രൂപത്തിൽ പൈസ ഇവിടെ ആഡ് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ കുട്ടി ആദ്യം 600 രൂപ തന്നിട്ടുണ്ട്. നമുക്ക് റെസീവ്ഡിൽ പോയി നോക്കിയാൽ പറ്റും, 600 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 195 രൂപ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. പച്ച കാണിച്ചാൽ എന്താണ്, പൈസ കറക്റ്റ്, കണക്ക് ക്ലോസ് ആണ്, കറക്റ്റ് ആണെന്നുള്ളതാണ് പച്ചയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ രൂപത്തിൽ 60ഓളം കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഇതൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഓരോ കിതാബ് എത്ര എണ്ണമാണെന്നുള്ളത് താഴെയുള്ള ഈ ഒരു ടോട്ടൽ കോളത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യരുത്. ഇതിൽ ഫോർമുല ഉള്ള ഒരു ഭാഗവും എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉറപ്പെടുത്താണ്. ഈ രൂപത്തിലാണ് നമ്മൾ ഓരോ ക്ലാസ്സിന്റെ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി 1-ാം ക്ലാസ് എ ബി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒന്നാമത്തേത് നമ്മൾ 1 എ ആക്കുക. ഞാൻ ഇതിൽ റീനെയിം ചെയ്യാം. 1 എ ആക്കുന്നു. 1 എ ഷീറ്റിന്റെ പേര് നമുക്ക് എന്ത് രൂപത്തിൽ കൊടുക്കാം, വിഷയമുള്ള കാര്യമില്ല. 1 എ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് STD1 ഇവിടെയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ STD1 നമ്മൾ എന്ത് ചെയ്യണം, STD1 എ എന്നാക്കണം. ഓക്കെ, നേരത്തെ ഒരു കുട്ടിയുടെ പേരിന് നേരെ മാത്രം STD1 എ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടീൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 2 ഒരിക്കലും പിടിച്ചിട്ട് എന്ത് ചെയ്യരുത്, 1 ബി ആക്കരുത്. 1 ബി ആക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 20ഓളം ഷീറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മദ്രസയിൽ +1 +2 ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ +1 എടുത്തിട്ട് നമ്മൾ ഓക്കെ, മദ്രസയിൽ +1 +2 ഇല്ല എന്നുണ്ടെങ്കിൽ ഈ +1 നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, 1 ബി ആക്കുക. സോറി ഡ്യൂപ്ലിക്കേറ്റ് അല്ല, റീനെയിം ചെയ്യണം. ഓക്കെ, മദ്രസ +1 +2 ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റീനെയിം ചെയ്യുന്നു, 1 ബി. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ലെഫ്റ്റിലേക്ക് കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതുവരെ എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് 1 ബി ആണ്. STD11 മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, 1 ബി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് 1 ബി ഒരു കുട്ടിയുള്ളത്, നമ്മൾ ഒരു കുട്ടീൻ്റെ പേര് നേരെ 1 ബി ആഡ് ചെയ്തിട്ടുള്ളത്, ആ കുട്ടീൻ്റെ പേര് ഇവിടെ വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ആവശ്യമില്ലാത്ത കോളം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതെന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ക്ലാസ്സിനാണ് ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ കോളം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളം ഇതുപോലെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഡിലീറ്റ്. ഓക്കെ,
ശ്രദ്ധിക്കുക. ഡയറിയും അതുപോലെ നോട്ടും ഒന്നും ഡിലീറ്റ് ആയി പോകരുത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1B കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ +2 വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 13 മുതൽ 20 വരെയുള്ള ഷീറ്റുകൾ ഉപയോഗിക്കുക. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ നിലവിലുള്ള ഷീറ്റുകൾ മാത്രം ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഷീറ്റ്, അപ്പോൾ നിങ്ങളുടെ മദ്രസ സ്വാഭാവികമായിട്ട് 10 ക്ലാസ്സുള്ളൂ, 1 മുതൽ 10 വരെ ആണ്. ബാക്കി ഷീറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ആവശ്യമുള്ള ഷീറ്റുകൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്, റീനെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കോളങ്ങൾ റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ ക്ലാസ്സുകൾക്കും ആവശ്യമായിട്ടുള്ള കോളം വെച്ചിട്ട് ബാക്കി കോളങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിൽ ഒരുപക്ഷെ കൂടുതൽ കോളം ആവശ്യമുണ്ടാവും. എന്നാൽ 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്, 8ാം ക്ലാസ്സിലൊക്കെ കോളം കുറവ് മതിയാവും. 9ാം ക്ലാസ്സിലാകെ 4 കോളം മതിയാവും. ആ രൂപത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോളങ്ങൾ, അതായത് നമ്മൾ +1 +2 മുതൽ 13 14 ഷീറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കോളങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ടിക്കറ്റ് സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ കുട്ടി 235 രൂപ തരാനായിട്ടുണ്ട്. ഓരോ കിതാബിൻ്റെ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഈ രൂപത്തിലാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിന് അവസാനത്തെ ഷീറ്റുണ്ട്, സമ്മറി എന്ന് പറഞ്ഞ ഷീറ്റ്. ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഷീറ്റിൻ്റെ, ഈ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ടിക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡാറ്റ വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എമൗണ്ടിൻ്റെയും ഓർഡറിൻ്റെയും ഡാറ്റ ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് സ്റ്റുഡൻസിലേക്കും അതുപോലെ തന്നെ ഓർഡറിലേക്കൊക്കെ, ഓർഡർ ഫോമിലേക്കും റെസീവ്, അതുപോലെ തന്നെ കിതാബിലേക്കൊക്കെ ഡാറ്റ വരുന്നത് സമ്മറി എന്നാണ്. അതുകൊണ്ട് ആ ഒരു സമ്മറി ഷീറ്റിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടാനോ വ്യാകുലപ്പെടാനോ നിൽക്കേണ്ടതില്ല. ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമ്മറി ഷീറ്റ് ഡിലീറ്റ് ചെയ്യാനും പാടില്ല. ഇതങ്ങ് ജസ്റ്റ് അവിടെ ഉണ്ടായിക്കോട്ടെ, പ്രശ്നമാക്കേണ്ടതില്ല. ബാക്കി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഷീറ്റുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഷീറ്റിൽ കൃത്യമായി ഡാറ്റ കയറ്റുക. അതുപോലെ തന്നെ കിതാബിൻ്റെ ഇവിടെ നിങ്ങൾക്ക് പൈസ വ്യത്യാസമുണ്ടെങ്കിൽ പൈസ നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡിവിഷൻ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, ഒരു ഐഫോൺ ഇട്ടിട്ട് AB എന്ന് മാത്രം കൊടുക്കുക. ഈ രൂപത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മദ്രസ കിതാബ് ഓട്ടോ ടെംപ്ലേറ്റുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മാത്രം ചോദിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള മദ്രസകൾക്ക് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മദ്രസ ഉസ്താദുമാർക്ക് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് കോഴ്സ്, മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഷീറ്റ് പഠിക്കാവുന്ന ഗൂഗിൾ ഷീറ്റ് കോഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അക്കാര്യം പഠിക്കാൻ താല്പര്യമുള്ള, ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന എല്ലാവരും അക്കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.